ആയത്തുള്ള ഖമേനിക്ക് ശേഷം ആരാകും ഇറാന്റെ പരമോന്നത നേതാവെന്ന ചർച്ചയാണ് എങ്ങും. പറഞ്ഞു കേൾക്കുന്നതിൽ ഖമേനിയുടെ മകന്റെ പേരുമുണ്ട്. ാണ് ആയത്തുള്ളമാർക്ക് ഇറാൻ നൽകുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഇറാനെ സർവ്വമേഖലകളിലും നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് ആയത്തുള്ള അലി ഖമേനി. ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കായ ശേഷം വിപ്ലവത്തിന് നേതൃത്വം നൽകുകയും പിന്നീട് ഇറാൻ പ്രസിഡന്റാവുകയും ചെയ്ത ആയത്തുള്ള റൂഹുള്ള ഖമേനിയുടെ അടുത്ത അനുയായിയായിരുന്നു അലി ഖമേനി. റൂഹുള്ളയ്ക്ക് ശേഷം ഇറാന്റെ പരമാധികാരം കൈയാളിയ അലി ഖമേനിക്ക് എല്ലാം പാളുകയാണ് ഇസ്രയേലിന്റെ ആക്രമണത്തിലൂടെ. ഖമേനിക്ക് ശേഷം ഇറാനിൽ ആരാകും ആസ്ഥാനത്ത്? പകരം കേൾക്കുന്ന ചില പേരുകൾ ഇങ്ങനെ: അലി ഖമേനിയുടെ മകൻ മോജ്തബ ഖമേനി. റവല്യൂഷണറി ഗാർഡുകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന മോജ്തബ സുരക്ഷാ രാഷ്ട്രീയ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഖമേനിയുടെ ഓഫീസിലെ രാഷ്ട്രീയ സുരക്ഷാ കാര്യങ്ങളുടെ ഡെപ്യൂട്ടി അലി അസ്ഗർ ഹെജാസിയാണ് അടുത്തത്. രാജ്യത്തെ ഏറ്റവും കരുത്തുറ്റ ഇന്റലിജൻസ് ഓഫീസർ എന്നാണ് ഹെജാസിയെ റോയിട്ടേഴ്സ് വിശേഷിപ്പിച്ചത്. ഖമേനിയുടെ ഓഫീസിൽ ദീർഘകാലം ചീഫ് ഓഫ് സ്റ്റാഫ് ആയിരുന്ന വ്യക്തിയാണ് മുഹമ്മദ് ഗോൾപായഗാനി. പുറം ലോകത്തിന് അത്ര പരിചിതനല്ലാത്ത ഖമേനിയുടെ ഏറ്റവും വിശ്വസ്തൻ. അലി അക്ബർ വേലായത്തി, കമാൽ ഖരാസി എന്നീ മുൻ വിദേശകാര്യമന്ത്രിമാരുടെ പേരുകളും സജീവമാണ്. ഇറാന്റെ സ്റ്റേറ്റ് TV മുൻ മേധാവി അലി ലാരിജാനിയുടെ പേരും സജീവമായി ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.